കത്തിയെരിയുകയാണ്. പുറത്തുവരുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത വിധം വേദനാജനകമാണ്. സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തുന്നു. മനുഷ്യരുടെ അഴുകിയ മൃതദേഹങ്ങൾ നദിയിലൂടെ ഒഴുകി വരുന്നു. ശരീരമാകെ നുറുക്കിയും കത്തിക്കരിച്ചും ഇവിടെ മനുഷ്യഹത്യ തുടരുമ്പോൾ മണിപ്പൂർ ഭരിക്കുന്ന BJPയും ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും മൗനത്തിലാണ്. പലരും കലാപത്തെ വർഗീയവൽക്കരിച്ചും ഗോത്ര കലാപവുമായി മാത്രമാണ് ഇന്നേ വരെ വിലയിരുത്തിയത്. ഭൂരിപക്ഷം BJP MLA-മാരും എതിരായിട്ടും രാജിവെക്കണമെന്ന ആവശ്യത്തിന് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് വഴങ്ങുന്നില്ല. ബിരേൻ സിംഗിനെ നിലയ്ക്ക് നിർത്താൻ കേന്ദ്ര നേതൃത്വം പോലും ധൈര്യപ്പെടുന്നുമില്ല. ബിരേൻ സിംഗിന് പുറകിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? വിഷയം ആഗോള തലത്തിൽ വരെ ചർച്ചയായിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ BJP തയ്യാറാകാതിരുന്നതിന് പിന്നിൽ എന്തായിരുന്നു? മണിപ്പൂരിന്റെ മണ്ണിൽ കണ്ണുവച്ചിരിക്കുന്നത് അധികമാരും അറിയാത്ത കോർപ്പറേറ്റ് ലോബികളോ? വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു മണിപ്പൂർ കലാപത്തിലെ ചുരുളഴിയാത്ത രഹസ്യമെന്ത്. ഇന്ത്യയുടെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മണിപ്പൂർ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായൊരു അതിർത്തി സംസ്ഥാനമാണ്. അയൽ രാജ്യമായ മ്യാൻമറിനോടും നാഗാലാൻഡ്, മിസോറാം, അസം എന്നീ സംസ്ഥാനങ്ങളോടും മണിപ്പൂർ അതിർത്തി പങ്കിടുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പരിശോധിച്ചാൽ മണിപ്പൂരിനെ പ്രധാനമായും കുന്നുകളും താഴ്വാരങ്ങളും നിറഞ്ഞ രണ്ട് ഭൂപ്രദേശമായി തരംതിരിക്കാം. മണിപ്പൂരിൽ 90% കുന്നിൻ പ്രദേശമാണ്. കുന്നിൻ പുറങ്ങളിൽ മണിപ്പൂരിലെ ആദിവാസികൾ എന്നറിയപ്പെടുന്ന കുക്കി, നാഗ, സോ തുടങ്ങിയ ഗോത്രവിഭാഗങ്ങളാണ് താമസിക്കുന്നത്. താഴ്വാരങ്ങളിൽ മെയ്തൈ വിഭാഗങ്ങളും. മണിപ്പൂർ ജനസംഖ്യ ആകെ മൊത്തമെടുത്താൽ അതിൽ 53% മെയ്തൈ വിഭാഗക്കാരാണ്. നാഗ ഗോത്രവിഭാഗക്കാർ 20%, കുക്കി, സോ ഗോത്രവിഭാഗങ്ങൾ 16% വരും. എണ്ണത്തിൽ കൂടുതൽ മെയ്തൈ ആണെങ്കിലും അവർ താമസിക്കുന്ന സ്ഥലം കുക്കി, നാഗ വിഭാഗങ്ങൾ താമസിക്കുന്ന കുന്നിൻ പുറങ്ങളോട് തുലനം ചെയ്താൽ തുലോം തുച്ഛമാണ്. മണിപ്പൂർ ഭരിക്കുന്ന BJP സർക്കാർ മെയ്തൈ വിഭാഗങ്ങൾക്ക് കൂടി ഗോത്ര പദവി നൽകുന്ന ഉത്തരവ് കൊണ്ടുവന്നതോടെ കുക്കികൾ അധിവസിക്കുന്ന, അതായത് ഗോത്രവിഭാഗങ്ങൾക്ക് മാത്രം വാങ്ങാൻ കഴിയുന്ന കുന്നിൻ പുറങ്ങളിലും മെയ്തൈ വിഭാഗങ്ങൾക്ക് കടന്നു ചെല്ലുകയും ഭൂമി വാങ്ങുകയും ചെയ്യാമെന്നായി. അതുമാത്രമല്ല, മെയ്തൈ വിഭാഗങ്ങൾക്ക് ഗോത്രവിഭാഗക്കാരുടെ പദവി കൂടി ലഭിക്കുന്നതോടെ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പുറകിൽ നിൽക്കുന്ന കുക്കി വിഭാഗങ്ങൾക്ക് സർക്കാർ സംവരണത്തിനുള്ള അവസരങ്ങൾ കൂടി കുറയും. കേൾക്കുമ്പോൾ അതിത്രമാത്രം കലാപം സൃഷ്ടിക്കുവാൻ ശേഷിയുള്ളതായിരുന്നോ എന്ന സംശയം തോന്നുമെങ്കിലും ബിരേൻ സിംഗിന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടെന്ന് വേണം കരുതാൻ. അതിന് 2022 ജനുവരി 5 പുറത്തിറക്കിയ ദി മണിപ്പൂർ മിനറൽ പോളിസി 2021 കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഗസറ്റിലെ 6-ാം പേജിൽ ഇതിനുള്ള ഉത്തരമുണ്ട്. മണിപ്പൂർ ഈസ് എൻഡോവ്ഡ് വിത്ത് small deposits of a number of valuable minerals. These minerals are confined to certain types of rocks. Minerals include chromite, limestones and serpentine are important deposits. Other reported economic minerals are base metals, precious metals and iodocrase. മണിപ്പൂരിലെ കുന്നിൻ ചെരുവുകളിൽ വൻതോതിൽ ധാതു നിക്ഷേപങ്ങളുണ്ട്. ധാതുക്കൾക്കായി കുന്നുകളും വനങ്ങളും ഖനനം ചെയ്യണം. എന്നാൽ ഈ ഭൂപ്രദേശം ആദിവാസി ഗോത്രങ്ങളുടെ കൈകളിൽ ആയിരിക്കുന്നതിനാൽ ഇന്ത്യൻ ഭരണഘടനയിലെ ലാൻഡ് റൈറ്റ്സ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സിലെ സെക്ഷൻ 41(1) അനുസരിച്ച് പട്ടികവർഗക്കാരുടെ ഭൂമി മറ്റുള്ളവർക്ക് കൈവശപ്പെടുത്തുവാൻ കഴിയില്ല. പുതിയ നിയമം വന്നതോടെ ഇതിനുള്ള സാധ്യതകളാണ് തുറന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ ഭൂരിഭാഗം വരുന്ന മെയ്തൈ വിഭാഗങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റാമെന്ന് മാത്രമല്ല, അധികാരസ്ഥാനം ഉറപ്പിക്കുവാനും പണം സമ്പാദിക്കുകയും ചെയ്യുവാനുള്ള രാഷ്ട്രീയ കളിയാണിതെന്ന് വ്യക്തം. നിയമം അംഗീകരിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധി അക്രമം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. തദ്ദേശീയരായ കുക്കി, സോ, നാഗകൾ ഖനനത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കുമായി തങ്ങളുടെ ഭൂമി കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നതിനും എതിരാണ്. സമ്പന്നരും രാഷ്ട്രീയ പിടിപാടുമുള്ള മെയ്തൈ സമുദായം മണിപ്പൂരിലെ തദ്ദേശീയരുടെ ഭൂമി അവരുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി കോർപ്പറേറ്റുകൾക്ക് പാട്ടത്തിന് നൽകുമോ എന്നും ഭയപ്പെടുന്നു. ബിരേൻ സിംഗ് ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും കോർപ്പറേറ്റ് സഖ്യകക്ഷികൾക്കും ഇരു പാർട്ടികൾക്കും പ്രയോജനം ചെയ്യുന്നതിനായി ഗവൺമെന്റ് മെയ്തൈക്ക് ST പദവി നൽകിയേക്കുമെന്ന് ന്യൂനപക്ഷം വരുന്ന ഗോത്രവിഭാഗങ്ങൾ ആശങ്കപ്പെടുന്നു. നിലവിൽ വനഭൂമിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ലോക്സഭ പാസാക്കിയതും രാജ്യസഭയിൽ ചർച്ചയ്ക്കായി കാത്തിരിക്കുന്നതുമായ വനസംരക്ഷണ നിയമം 2023
മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1957 2015-2021 ഭേദഗതികൾ തലമുറകളായി ഇവർ താമസിച്ചു വരുന്ന ഉപരിതല ഭൂമിയുടെ മേലുള്ള തദ്ദേശവാസികളുടെ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുമെന്നും ഇവർ ഭയപ്പെടുന്നു. ഇനി ഇതെങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തെ വേട്ടയാടപ്പെടുന്നതിന് കാരണമായി എന്ന് നോക്കാം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം മണിപ്പൂരിൽ ഏകദേശം 20 ദശലക്ഷം മെട്രിക് ടൺ ചുണ്ണാമ്പ് കല്ലിന്റെ നിക്ഷേപമുണ്ട്. ഉക്രുൽ ജില്ലയിലെ ഹങ്ഡങ്, പുങ്യാർ, മെയ്ലാങ് തുടങ്ങിയ ഗ്രാമങ്ങളിലും തെങ്നൌപാൽ, ചന്ദേൽ ജില്ലയിലെ ടുംപോങ്കി, ചങ്കിരോങ്, പല്ലേൽ, നുങ്ഫുര, നുങ്പാൽ, സജിക്, തമ്പക്, ഹൈക്കോട്ട് എന്നിവിടങ്ങളിലും ഈ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നു. 80% ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള ഈ പ്രദേശങ്ങളിൽ ധാതുവിഭവങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ ജില്ലകളിലെ ജനസംഖ്യാ കേന്ദ്രീകരണം 80 മുതൽ 85% വരെ ക്രിസ്ത്യാനികളാണ്. മണിപ്പൂരിൽ അക്രമത്തിന് ഇരയാകുന്നതും ക്രൈസ്തവ സമൂഹം തന്നെയാണ്. ഇതൊന്നും ആകസ്മികമായി സംഭവിച്ചതല്ല എന്ന് ഇതിനോടകം നിങ്ങൾക്കും വ്യക്തമായിട്ടുണ്ടല്ലോ. മണിപ്പൂർ കലാപത്തെ ആവശ്യാനുസരണം ഗോത്ര കലാപമെന്നോ വർഗീയ ലഹളയെന്നോ പറയാം. അതിന്റെ മറവിൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ നിങ്ങൾ എടുക്കുന്നു, അവരെ പെരുവഴിയിൽ വലിച്ചു ചീന്തുന്നു. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് പരിഹാരം തേടിപ്പോകുന്ന പ്രധാനമന്ത്രി ഒരിക്കലെങ്കിലും ഇവിടം വന്നൊന്ന് സന്ദർശിക്കണം. നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ജനങ്ങളെ തമ്മിലടുപ്പിക്കുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് മാറി ചിന്തിക്കുവാൻ തോന്നുന്നുണ്ടെങ്കിൽ വിശാലവും ദീർഘകാല പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കുന്നതിനും ഒരു കമ്മീഷനെ നിയോഗിക്കുകയും സമഗ്രമായ വിലയിരുത്തലുകൾ നടത്തുകയും ചെയ്യുക. ഈ രീതികൾ മണിപ്പൂരിലെ തദ്ദേശവാസികളുടെ അവകാശങ്ങളും വികസന ആഗ്രഹങ്ങളുമായി ഒത്തുപോകുന്നതുവരെ പുതിയ നിയമങ്ങളും ഭേദഗതികളും സർക്കാർ റദ്ദാക്കണം. അതല്ലെങ്കിൽ ഖനനം, എണ്ണ പരിവേഷണം, അണക്കെട്ട് നിർമ്മാണം എന്നിവയ്ക്കായി തദ്ദേശവാസികളുടെ ഭൂമിയും വിഭവങ്ങളും കൈയടക്കി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ വന്ന വഴികളിൽ അവരുടെ രക്തം വീണ പാതകൾ നിങ്ങളെ വിടാതെ പിന്തുടരും. അതിനു നിങ്ങൾ ദൈവത്തിന്റെ കോടതിയിൽ കണക്ക് സമർപ്പിക്കേണ്ടി വരും. നിങ്ങൾ ചിന്തിയ ഓരോ തുള്ളി കണ്ണുനീരിനും നിങ്ങൾ ഉത്തരം നൽകേണ്ടി വരും. വോട്ടർമാരെ സ്വാധീനിക്കാൻ പാലക്കാട് ഇടതുമുന്നണി നൽകിയ പത്രപരസ്യം CPM-നെ തിരിഞ്ഞുകുത്തുകയാണ്. മതപരമായ വിഭാഗീയത ലക്ഷ്യമിട്ട് തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷം ആക്ഷേപിച്ച പരസ്യരീതി മുൻപൊരിക്കലും ഇടതുപക്ഷം പരീക്ഷിക്കാത്തതാണ്. സ്വന്തമായി ദേശാഭിമാനിയും ജനയുഗവും ഉണ്ടായിരുന്നിട്ടും സുന്നി വിഭാഗക്കാർക്കിടയിൽ സ്വാധീനമുള്ള 2 പത്രത്തിൽ മാത്രം പരസ്യം നൽകിയതും പ്രതിപക്ഷത്തിന്റെ ആക്ഷേപത്തിന് ബലം നൽകുന്നു. എന്താ അങ്ങനെ 2 പത്രത്തിൽ മാത്രം കൊടുക്കുന്നത്? എന്താ ഒരു പരസ്യമല്ലേ? ഇപ്പം ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളുടെയും വിവിധ പത്രങ്ങളിൽ കൊടുത്ത പരസ്യങ്ങൾ ഞാൻ കണ്ടിരുന്നു. അപ്പം വേറൊരു പത്രത്തിലും കൊടുക്കാത്തൊരു പരസ്യം എന്തുകൊണ്ടായിരിക്കും സിറാജിൽ കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും? ഞാൻ ചോദിച്ചോട്ടെ, CPM ഈ മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി ഇവരുടെ ധാരണ എന്താ? ഇവർ രാവിലെ ഒരു പത്രവാർത്ത ഇറക്കി ഒന്ന് ഇക്കിളിപ്പെടുത്തിയാൽ ഉടനെ ഇക്കിള് വീണിട്ട് അങ്ങ് അതിവൈകാരികമായി പ്രതികരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ആ കമ്മ്യൂണിറ്റി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണോ? അവരുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യുകയാണോ? അവർക്കറിയില്ലേ എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന്? എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, ഒരാൾ സംഘപരിവാർ വിട്ട് മതേതര പ്രസ്ഥാനത്തിൽ ചേരുമ്പോൾ എന്തിനാണ് CPM-ന് ഇത്രയും വേദനിക്കുന്നത്? ഇനി മുൻ പ്രസ്താവനകളാണ് എടുക്കേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ മുൻകാല ചെയ്തികളാണ് എടുക്കേണ്ടതെങ്കിൽ ശ്രീ OK വാസുവിൻ്റെ മുൻകാല ചെയ്തി എടുത്തിട്ടാണോ നമ്മൾ അതിനെ ഓഡിറ്റ് ചെയ്തത്? ശ്രീ OK വാസു CPM-ൽ വന്നപ്പം നമുക്ക് ഇപ്പോൾ CPM-നോട് രാഷ്ട്രീയമായി യോജിപ്പുള്ള ആളല്ല ഞാൻ, പക്ഷേ ശ്രീ OK വാസു CPM-ൽ വരുമ്പോൾ നമുക്ക് യോജിപ്പാണ്. കാരണം അദ്ദേഹം ഒരു വർഗീയ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നിരിക്കുന്നു. ശ്രീ സന്ദീപ് വാര്യർ RSS വിട്ടൊരു സെക്കുലർ ഫ്രെയിംവർക്കിലേക്ക് വരുമ്പോൾ അതിൽ സന്തോഷിക്കുകയാണ് ഈ രാജ്യത്തെ മതേതരവാദികൾ ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് ദുഃഖിക്കുന്നവരുണ്ട്. സംഘപരിവാറുകാരാണ് ദുഃഖിക്കുന്നത്. ആ സംഘപരിവാർ മനസ്സാണ് സത്യത്തിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന, ഇപ്പം അതിനകത്ത് ഞാൻ ആ പരസ്യം കണ്ടു, അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു പരാമർശം പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി നടന്ന സമരങ്ങളിൽ കേസെടുത്തിട്ടുള്ള മുഖ്യമന്ത്രിമാരാരൊക്കെയാണ്? 1 യോഗി ആദിത്യനാഥ്, 2 യോഗി പിണറായി വിജയൻ. ഈ 2 പേരല്ലേ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം ചെയ്ത ആളുകളുടെ പേരിൽ കേസെടുത്തത്? ഇനി അന്ന് ശ്രീ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിരുന്നല്ലോ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി കേസെടുത്ത മുഴുവൻ കേസുകളും റദ്ദ് ചെയ്യുമെന്ന്. എനിക്കതുമായി ബന്ധപ്പെട്ട് കേസെടുത്തു, റദ്ദ് ചെയ്തില്ലല്ലോ. ഇവിടെ മത്സരിക്കുന്ന പല ആളുകൾക്കും ശ്രീമതി രമ്യ ഹരിദാസിന് കേസുണ്ട്. ശ്രീ T സിദ്ദിഖ് അതിൻ്റെ പേരിൽ ജയിലിൽ പോയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ
ഞങ്ങളുടെ ആരുടെയും പേരുള്ള കേസുകൾ റദ്ദ് ചെയ്തിട്ടില്ലല്ലോ. ഏത് കേസാണ് റദ്ദ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം ചെയ്ത ആളുകൾക്കെതിരെ കേസ് എടുത്തിട്ട് ചില്ലറ ഉളുപ്പ് പോരാ ഇപ്പോൾ വന്നിട്ട് ഇതൊക്കെ പറയാനായിട്ട്. അപ്പോൾ ഈ മലപ്പുറം മേഖലയിലേക്ക് പോകുമ്പോൾ CPM പച്ചക്കൊടി ഉപയോഗിക്കാറുണ്ട്. അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്നത് ചുവന്ന കൊടി മാറ്റി പച്ചക്കൊടിയൊക്കെ പിടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് കൗതുകത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന്. പക്ഷെ എന്തൊരു ജീർണിച്ച മനസ്സാണ് ഇവർക്ക് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ, ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത ഇപ്പോഴും ഇവർക്ക് ബോധ്യമായിട്ടില്ല. അവർക്ക് തീരുമാനം എടുക്കാനൊക്കെ അറിയാം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എല്ലാ കമ്മ്യൂണിറ്റികളും ഇപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഒരു ഭൂരിപക്ഷ പ്രീണനം നടത്തിക്കോട്ടെ, ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കോട്ടെ, ഇവരുടെ പ്രീണനങ്ങൾക്കൊന്നും ജനങ്ങൾ നിന്നുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവരുടെ പീഡനങ്ങൾ അതാണ് ജനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കൃത്യമായി തീരുമാനമുണ്ട്. അപ്പോൾ ഞങ്ങൾ തുടക്കത്തൊട്ട് പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പൊക്കെ എടുക്കുമ്പോഴത്തേക്കിന് ഇപ്പം വർഗീയമായ കാർഡ് ഇവർ ഇറക്കും. വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയത്. അപ്പോൾ അതുപോലെയൊക്കെ ഇറക്കുമെന്ന് ഞങ്ങൾ തന്നെ മുൻപ് പറഞ്ഞിരുന്നു. പക്ഷേ ആ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ പ്രിൻറ്റഡ് വെർഷൻ, നേരത്തെ ഡിജിറ്റൽ വെർഷനാണ് വടകരയിൽ വന്നെങ്കിൽ പാലക്കാട് എത്തുമ്പോൾ പ്രിൻറ്റ് വെർഷൻ വരിക. ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണ്, ആത്മാർത്ഥമായിട്ട് പറയാം, കുറച്ചൊക്കെ നാണം വേണം. നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ പോകുമ്പം ഒരു സർക്കാർ 8 വർഷമായിരിക്കുന്ന സർക്കാർ വികസന നേട്ടം എഴുതി വെക്കുന്നേ, അതെല്ലാത്തിലും കൊടുക്കുക. ചന്ദ്രികയിൽ, ജന്മഭൂമിയിൽ, വീക്ഷണത്തിൽ, ജനയുഗത്തിൽ, എല്ലാ പത്രത്തിലും ഞങ്ങളുടെ സർക്കാരിൻ്റെ വികസന നേട്ടം ഇത്ര, പാലക്കാട് ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കേണ്ടത്. അല്ലാതെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടല്ല. ഇതിനു കൂടിയുള്ള വിധിയെഴുത്തുണ്ടാകും. ഇപ്പോൾ പാലക്കാട് മുഖ്യമന്ത്രി വന്നത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വന്നിട്ട് പറഞ്ഞത് പാണക്കാട് തങ്ങൾക്കെതിരായിട്ടാണ്. എന്നിട്ടാണ് ഇപ്പുറത്ത് 2 പത്രങ്ങളിൽ മാത്രം, എല്ലാ പത്രങ്ങളിലും ഇല്ല. ഞാൻ മനോരമയിലെ പരസ്യം കണ്ടിരുന്നു, മാതൃഭൂമിയിലെ പരസ്യം കണ്ടിരുന്നു, ഹിന്ദുവിലെ പരസ്യം കണ്ടിരുന്നു. അതിലൊന്നും ഉപയോഗിക്കാത്ത ഭാഷ 2 പത്രത്തിൽ കൊടുക്കുമ്പം അത് ദേശാഭിമാനിയിലും ഇല്ല, ദേശാഭിമാനി പോലും ഇല്ല. അപ്പോൾ ആ മറ്റു പത്രങ്ങളിലൊന്നും വരാത്തൊരു വാർത്ത അതിൽ കൊടുക്കുമ്പം ആ സമുദായങ്ങളെ, ആ പത്രസ്ഥാപനങ്ങളെ എല്ലാം അപമാനിക്കലാണ്. അതിനുള്ള വിധിയെഴുത്ത് കൂടി നാളെ ഉണ്ടാകും. ഇടതുമുന്നണിയുടെ പേരിലാണ് പരസ്യമെങ്കിലും ആശയത്തിന് പിന്നിലെ ബുദ്ധി CPMന്റേതാണെന്ന് ഘടകകക്ഷി നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. എന്നാൽ AK ബാലനെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ നല്ലൊരു വ്യക്തിയാണ്. എന്നാൽ BJPക്കില്ലാത്ത രോക്ഷം CPMനെ എങ്ങനെ ബാധിച്ചുവെന്നും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതെ, അവരുടെ ആഭ്യന്തര പ്രശ്നം. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഞങ്ങളെ നന്നായിട്ട് വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു BJPയുടെ വക്താവ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ഒരു വെറുപ്പുമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സംസാരിക്കാനും എടുക്കാനും പെരുമാറാനും പറ്റുന്ന നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അയാൾ രാജിവെച്ച് വേറെ പാർട്ടി പോവുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇത് ഒരു നല്ല അസംതൃപ്തിയുടെ ഒരു ലക്ഷണമാണ്. അതിന് ഞാൻ പറയേണ്ടതില്ലല്ലോ. BJP ആ രൂപത്തിൽ ആഭ്യന്തര കലഹം കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിനെയും BJPയും ഒരുപോലെ അടിക്കാൻ പാകത്തിനുള്ള വർഗീയ ആശയമാണ് പരസ്യത്തിന് LDF ഉപയോഗിച്ചത്. 2 പക്ഷത്തെയും അടിക്കുവാൻ BJP വിട്ട കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ കേന്ദ്ര ബിന്ദുവുമാക്കി. ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ ഹാ കഷ്ടമെന്ന തലക്കെട്ടോടെ സന്ദീപിന്റെ പഴയ സമൂഹ മാധ്യമ പോസ്റ്റുകളാണ് CPM ഉപയോഗിച്ചത്. അയോധ്യ രാമനിർമ്മാണ ക്ഷേത്രത്തിനുള്ള കോൺഗ്രസ് പിന്തുണ വ്യക്തമാക്കുന്ന മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന കമൽനാഥിന്റെ പരാമർശവും ഒപ്പം ചേർത്തു. പരസ്യം മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള പത്രങ്ങളിൽ മാത്രമാണ് നൽകിയിരിക്കുന്നത് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടി കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടാക്കിയതുപോലെ തിരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലേന്ന് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ വാർത്തയെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള, സാധാരണ അഡ്വർട്ടോറിയൽ എന്നാണ് ഇതിനെ പറയുന്നത്, അഡ്വർടൈസ്മെന്റ് ആണ് പക്ഷെ വാർത്തയാണ് എന്ന് തെറ്റിദ്ധരിക്കും. ആ രീതിയിലൊരു വാർത്ത കൊടുത്ത് വർഗീയ പ്രചരണത്തിനാണ് CPM ശ്രമിച്ചിരിക്കുന്നത്. എന്താണ്? സന്ദീപ് വാര്യരാണ് വിഷയം. സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് BJPയുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസ് ചേർന്നതിന് CPM എത്രമാത്രമാണിത് വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഉടമസ്ഥതയിലുള്ള പത്രത്തിൽ കൊടുത്ത ഈ പരസ്യം സ്വന്തം പത്രമായ ദേശാഭിമാനിയിൽ ആ പരസ്യമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. സ്വന്തം പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ല, കാരണം അത് എല്ലാ മതവിഭാഗങ്ങളും വായിക്കുന്ന പത്രമാണ്. അപ്പം മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ കൊടുത്ത് മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി മാത്രം ഒരു പരസ്യം ഉണ്ടാക്കിയിരിക്കുക. ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ദീപിക പത്രത്തിൽ ക്രിസ്ത്യാനികളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഒരു പരസ്യം കൊടുത്തു. ഈ മുസ്ലിം സംഘടനകളുടെ പത്രത്തിൽ വേറൊരു കൊടുത്തു. അന്നും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് അതിനേക്കാൾ വലിയതായ
ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വെള്ളത്തിന് തീപിടിപ്പിക്കുന്നത് പോലുള്ള ഒരു വർഗീയ പ്രചരണമാണ്. സംഘപരിവാർ തോറ്റ് നാണം കെട്ട് തലകുനിച്ചിരിക്കും ഇവരുടെ മുമ്പിൽ. അതുപോലത്തെ ഒരു പ്രചരണമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. എന്നാൽ പത്രത്തിലെ പരസ്യം എല്ലാവർക്കും നൽകിയപ്പോൾ തങ്ങൾക്കും ലഭിച്ചതെന്ന് കരുതി കൊടുത്തതാണെന്നാണ് ഇവരുടെ വാദം. ഇലക്ഷനോടനുബന്ധിച്ചൊരു പരസ്യം വരുമ്പോൾ എല്ലാ പത്രത്തിനും കൊടുത്തിട്ടുണ്ടാകും. നമ്മൾ മാത്രം കൊടുക്കാതിരുന്നാൽ അതൊരു വിമർശനമാകും. ഇത് ചില പത്രങ്ങൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് പിന്നീടാണല്ലോ എല്ലാവരും അറിയുന്നത്. ഞങ്ങളുടെ പത്രം നിവർത്തി വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാകും അങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന്. പരസ്യം കൊടുത്ത എല്ലാവരുടെയും പരസ്യം പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. പിന്നെ അതിലെ കോണ്ടന്റിനെ കുറിച്ചും അതിന്റെ താല്പര്യത്തെക്കുറിച്ചും പരസ്യം കൊടുത്തവരാണ് പറയേണ്ടത്. എന്തായാലും ഇലക്ഷൻ എടുത്തപ്പോൾ വർഗീയത തെല്ലുമേ പറയാൻ പാടില്ലെന്ന് ഏതൊരവസരത്തിലും ഘോരം പ്രസംഗിക്കുന്ന CPMന്റെ നിലപാട് എല്ലാവർക്കും ബോധ്യമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിലുണ്ടായ കാഫിർ സ്ക്രീൻഷോട്ടിനോടാണ് ഷാഫി പറമ്പിൽ പരസ്യത്തെ ഉപമിച്ചത്. CPMന്റെ ഒരു ഗതികേടാണ് സത്യം പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളെ സ്വാധീനിക്കാൻ ഇത്രയും ദിവസം കുറേ കള്ളപ്രചരണങ്ങൾ, കുറേ തിരക്കഥ തയ്യാറാക്കി, കുറേ വ്യാജ റെയ്ഡ് ഇതൊക്കെ നടത്തി നോക്കിയിട്ട് അതൊന്നും ക്ലച്ച് പിടിക്കാഞ്ഞിട്ട് ഇപ്പോൾ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് മാതൃകയിൽ അതിൻ്റെ ഒരു മോഡിഫൈഡ് ഗ്ലോറിഫൈഡ് വേർഷനും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ CPM ഇത്രയും മതപ്പതിക്കാൻ പാടില്ലായിരുന്നു. എന്താ CPM ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ പത്രത്തിൻ്റെ 2 കോപ്പി ആദ്യം AK ബാലൻ്റെ വീട്ടിലും MB രാജേഷിൻ്റെ വീട്ടിലും എത്തിക്കണം. അയാൾ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞ് ആദ്യം സർട്ടിഫിക്കറ്റ് കൊടുത്തത് ആരാ? വ്യക്തിപരമായ അയാളോട് ഒരു വിയോജിപ്പുമില്ല, ആശയങ്ങളെ തള്ളിപ്പറഞ്ഞാൽ മാത്രം മതിയെന്ന് പറഞ്ഞത് ആരാ? അയാൾ നിലപാട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വാതിലും ഗേറ്റും ഒക്കെ തുറന്നിട്ടിരിക്കുകയാണെന്ന് കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇവരൊക്കെ പരസ്യമായി പ്രതികരിച്ചത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെയൊക്കെ വീഡിയോ. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അയാൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തതിന് അയാളുടെ നിലപാട് എന്താ? വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോകുന്നു, വിഭാഗീയ വർഗീയ രാഷ്ട്രീയത്തോട് ഞാൻ വിട പറയുന്നു, അത്തരം പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് ഞാൻ അകലുന്നു, അവിടെ നിൽക്കുമ്പോൾ പറഞ്ഞ വാക്കുകളിൽ എടുത്ത നിലപാടുകളിൽ എനിക്ക് ജാള്യതയും ഖേദവും ഉണ്ട്, ഞാൻ അതിനെ തള്ളിപ്പറഞ്ഞ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ഇൻക്ലൂസീവ് പൊളിറ്റിക്സിലേക്ക് ഞാൻ വരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരാൾ BJP വിട്ടു പോകുന്നതിൽ, വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ചതിൽ എന്തിനാ CPIM ഇത്ര വിഷമിക്കുന്നത്? BJPയിലേക്ക് ഒരാൾ പോയാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നതും CPM ആണ്. CPMലെ ചില നേതൃത്വത്തിൽ ചിലർ, പ്രവർത്തകരെന്ന് ഞാൻ പറയില്ല. അതേസമയം തന്നെ BJPയിൽ നിന്ന് ഒരാൾ വിട്ടുപോന്നാൽ അതിൽ സങ്കടപ്പെടുന്നതും CPM ആണ്. ഈ പരസ്യം CPM ചെലവിൽ BJPക്ക് അവർ ചെയ്തു കൊടുത്ത പരസ്യമാണ്. ഇതിനെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ ഈ ശ്രമത്തെ തിരിച്ചറിയും. ഒരു സംശയ കാര്യത്തിന് വേണ്ട. OK വാസുവിനെ പാർട്ടിയിലെടുക്കുമ്പോൾ എന്തായിരുന്നു ഇവരുടെ നിലപാട്? എത്ര സംഘർഷങ്ങളിൽ എത്ര ആളുകൾ പരസ്പരം കൊല്ലപ്പെട്ടൊരു സ്ഥലത്ത് OK വാസുവിനെ പാർട്ടിയിലെടുക്കുമ്പോൾ എന്തായിരുന്നു ഇവരുടെ നിലപാട്? എന്താ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇങ്ങനെ ഒരു വിദ്വേഷ പ്രചരണത്തിന് ഇവർ നേതൃത്വം നൽകുന്നത്? ദേശാഭിമാനിക്ക് എന്താ ഇവർ ഈ പരസ്യം കൊടുക്കാത്തത്? ഇപ്പൊ ദേശാഭിമാനിയുടെ വായനക്കാർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രചരണമാണെന്ന് അവർക്ക് തന്നെ തോന്നിയത് കൊണ്ടല്ലേ? എന്തിനാ CPM ഇത്രയും തരം താഴുന്നത്? ഒന്നാമത്തത് ഇവിടുത്തെ മത്സരം ആരൊക്കെ തമ്മിലാണെന്നുള്ളത് CPMന് നന്നായിട്ട് അറിയാം. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം എന്നുള്ളത് നന്നായിട്ട് അറിയുന്നവരാണ് CPM. ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ ചെയ്തു വെച്ചത് അത് വളരെ മോശമായി പോയി. അത് ഹീനമായൊരു ചിന്താഗതിയാണ്. ശക്തമായ പ്രതികരണം പാലക്കാട് നിന്നുണ്ടാകും. CPM പ്രവർത്തകരുടെ പോലും പ്രതികരണം പാലക്കാട് നിന്നുണ്ടാകും. ദേശാഭിമാനി വായിക്കുന്നവരുടെ പ്രതികരണം ഈ വിഷയത്തിൽ പാലക്കാട് നിന്ന് അവർക്കെതിരായിട്ടുണ്ടാകും. ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ ഇത്തരമൊരു പരസ്യത്തിന് അനുമതി കൊടുത്തു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇപ്പം അതിൽ തന്നെ 1-2 കാര്യങ്ങൾ ഫേക്കാണെന്നും പറയുന്നു, വ്യാജ സ്ക്രീൻഷോട്ടാണ് എന്നുള്ളതും പറയുന്നു. അതും കൂടെ വെച്ചിട്ടാണ് ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് മന്ത്രി പറയാത്രേ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണമായിരുന്നു എന്നുള്ളത്. പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടാണോ മന്ത്രി സന്ദീപ് വാര്യർ സ്വാഗതം ചെയ്തത്? കാഫിർ സ്ക്രീൻഷോട്ട് പോലെ ഇലക്ഷൻ കഴിഞ്ഞും CPM വർഗീയതയില്ലാതാക്കാൻ നടത്തിയ ധീരകൃത്യം സമൂഹം ഓർമ്മിക്കും. അതിന്റെ പ്രതിഫലനം എന്തായാലും ഇലക്ഷനിൽ ഉണ്ടാകുമെന്നാണ് CPMന്റെ പോലെ കേരളത്തിലെ ഓരോരുത്തരുടെയും ആഗ്രഹവും. ഞങ്ങൾക്ക് തിരിച്ചടി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പാലക്കാട് തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ ഒരുപാട് വിചിത്രമായിട്ടുള്ള രാഷ്ട്രീയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇന്നലത്തെ പരസ്യം തന്നെ ഏറ്റവും ഒടുവിൽ
എന്തൊരു ലജ്ജാകരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത്. തിരഞ്ഞെടുത്ത 2-3 പത്രങ്ങളിൽ മാത്രം ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം പരസ്യം കൊടുക്കുക. അതിൻ്റെ ഉദ്ദേശം വളരെ ക്ലിയർ അല്ലേ? BJPയെ സഹായിക്കാൻ വേണ്ടി ഉള്ള ഒരു രീതി അവിടെ സ്വീകരിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരുന്ന തടയാൻ, UDFിലേക്ക് വരുന്ന തടയാൻ വേണ്ടിയിട്ടുള്ള BJPയുടെ ആഗ്രഹം നടത്തി കൊടുക്കുകയായിരുന്നു ഇന്നലെ ചെയ്തത്. അവർക്ക് ജയിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ UDFിൻ്റെ വോട്ടുകൾ കുറക്കണം. ആ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് BJPയുടെ ആഗ്രഹം അനുസരിച്ച് CPI പരസ്യം കൊടുത്തു, CPM പരസ്യം കൊടുത്തു. ഇത് CPI അംഗീകരിക്കുന്നുണ്ടോ? എനിക്കറിയാൻ ചോദിക്കാനുള്ള കാര്യം അതുമാണ്. ഈ CPIക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു രാഷ്ട്രീയം? BJPക്ക് ജയം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യ ഒത്താശ ചെയ്തു കൊടുക്കുക. ഞാൻ പറയാറുള്ളത് പോലെ BJPയുടെ അടുക്കളയിൽ വിൽക്കുന്ന വിഭവങ്ങൾ വിൽക്കാനുള്ള കൗണ്ടറായിട്ട് CPM മാറിയിരിക്കുകയാണ് അവിടെ. എന്തൊരു ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ്. ഇത് മനസ്സിലാക്കാത്തവരാണോ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ, അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവർ? ഇങ്ങനെ സമുദായങ്ങളെ തരംതിരിച്ചിട്ട് പരസ്യം കൊടുക്കുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദേശാഭിമാനി പരസ്യമില്ല. പരസ്യമുള്ളത് സുപ്രഭാതത്തിലും അതുപോലെ തന്നെ സിറാജിലും. അപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ളൊരു പാർട്ടിക്ക് ചെയ്യാറുണ്ടോ? BSന്റെ കാലത്ത് ഇത് ചെയ്യാൻ സമ്മതിക്കുമോ? CPMനെ നിരാശപ്പെടുത്തുന്നതായിരുന്നു മുരളീധരന്റെ വാക്കുകൾ. പത്രത്തിൽ പരസ്യം കൊടുത്തെന്ന് വെച്ച് ആരും വോട്ട് ചെയ്യില്ല എന്നതാണ് മുരളീധരന്റെ പക്ഷം. ഞാൻ ആ പരസ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടപ്പോൾ LDF സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഒരു സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നില്ലായിരുന്നെങ്കിൽ ഇവരുടെ ആ പരസ്യത്തിൽ പോലും പറയാൻ മാറ്ററില്ലാത്ത അവസ്ഥയാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായതിനു ശേഷം RSS BJPയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അക്കാര്യം പാർട്ടിക്ക് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കണ്ണാടിയിൽ ഇത്തവണ ഞങ്ങൾ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കണ്ണാടി ഇപ്പോൾ പഴയ അന്തരീക്ഷമല്ല. പുതിയ വോട്ടർമാർ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ മുതൽ കണ്ണാടിയിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. കാരണം നാഷണൽ ഹൈവേയിലാണ് പലരും, അവിടുത്തെ പല സ്ഥാപനങ്ങളും ജോലി ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ നാഷണൽ ഹൈവേയിലൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പരിസരത്തൊക്കെ. അതുകൊണ്ട് കണ്ണാടിയിലും ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ ശുഭപ്രതീക്ഷയാണ്. ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങളുടെ പ്രതീക്ഷ താഴേക്ക് പോയിട്ടില്ല പാലക്കാടിനെ സംബന്ധിച്ച്. ഒട്ടും ബാധിക്കില്ല. അത് ഒരിക്കലും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്നലെ പരസ്യത്തിലൂടെ ചെയ്തത്. കാരണം ഒരു ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ കോൺഗ്രസിൽ ചേർന്ന ഒരു വ്യക്തി അദ്ദേഹം മുൻപ് സ്വീകരിച്ച രാഷ്ട്രീയ നയം അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു വർഗീയ രീതിയിലാണ് പ്രചരണം നടത്തിയത്. അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാൻ കൊള്ളാവുന്ന കാര്യമല്ല. ഞാൻ ആ പരസ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടപ്പോൾ LDF സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഒരു സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നില്ലായിരുന്നെങ്കിൽ ഇവരുടെ ആ പരസ്യത്തിൽ പോലും പറയാൻ മാറ്ററില്ലാത്ത അവസ്ഥയാണ്. സരിനെക്കുറിച്ച് 2 നല്ല വാക്ക് മാത്രം എഴുതുകയും സന്ദീപ് വാര്യരെക്കുറിച്ച് ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ അതിൽ പ്രതിപാദിക്കുകയും ചെയ്തു. അതും 2 പ്രമുഖ പത്രങ്ങൾ എന്ന് പറയുമ്പോൾ സുന്നി വിഭാഗത്തിൽപ്പെട്ട മാനേജ്മെൻറ്റ് നിയന്ത്രിക്കുന്ന പത്രങ്ങളിൽ മാത്രം ഈ രീതിയിൽ പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ശൈലിക്ക് വിരുദ്ധമാണ്. ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. ഇങ്ങനെ പരസ്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇതൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരസ്യം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കൊടുത്തിട്ടുള്ള ഇടതുപക്ഷ മുന്നണിയുടെ പരസ്യം എന്നാണ്.
അങ്ങനെയാണെങ്കിൽ CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിലെ ഘടകകക്ഷികൾ ഇത് സംബന്ധിച്ച് മറുപടി പറയണം. കാരണം ഇത്രയും മോശമായിട്ടുള്ള രീതി. ഇപ്പോൾ പാലക്കാട് ഇലക്ഷൻ ഇന്ന് കഴിയും, റിസൾട്ട് 23-ാം തീയതി വരും. പക്ഷേ നാളെയും ഇവിടെ മതസൗഹാർദ്ദം വേണ്ടേ കേരളത്തിൽ? അതിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന പ്രസ്താവനയാണ് ഇടതുപക്ഷ മുന്നണി എന്നുള്ള പേരിൽ ഈ 2 പ്രമുഖ പത്രങ്ങളിൽ വന്ന വാർത്ത എന്ന് പറയുന്നത്. പക്ഷേ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഇവിടെ ആരും ജയിക്കാൻ പോകുന്നില്ല. UDFനെ സംബന്ധിച്ച് നല്ല ശുഭപ്രതീക്ഷയുണ്ട്. UDFന് കിട്ടേണ്ട ഒരു വോട്ട് പോലും ഇല്ലാതാക്കാൻ ഈ പരസ്യങ്ങൾക്ക് കഴിയില്ല. അരി എത്രയെന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന പോലെയാണ് ചിലരുടെ മറുപടികൾ. പത്രത്തിലെ പരസ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ അതിലെ ജാംബവാന്റെ പങ്കിനെക്കുറിച്ചായിരിക്കും പരിഷ്കൃത സമൂഹത്തിൽ മറുപടി കിട്ടുക. അതിനാൽ ജാംബവാനെ വെറുതെ വിടണം കേട്ടോ. ഈ വിദ്വേഷം വരുത്താൻ LDF ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഈ പത്രപരസ്യം എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അപ്പൊ ഈ വിദ്വേഷ പ്രചരണം നടത്തിയ ആളെയല്ലേ അവർ സ്വീകരിച്ചത്? ഞങ്ങളാണോ നടത്തിയത്? സന്ദീപ് വാര്യരല്ലേ വിദ്വേഷ പ്രചരണം നടത്തിയത്? അപ്പൊ അവരല്ലേ സ്വീകരിച്ചത് വിദ്വേഷ പ്രചരണം നടത്തിയ ആളെ? അത് ചൂണ്ടിക്കാണിക്കുന്നതാണോ വിദ്വേഷ പ്രചരണം, അതോ വിദ്വേഷ പ്രചാരകനെ സ്വീകരിച്ചതാണോ? ഈ പരസ്യത്തിലൂടെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ കോൺഗ്രസിനെ വിശ്വസിക്കരുതെന്ന സന്ദേശം കൊടുക്കാനാണോ ശ്രമിച്ചത്? ജാംബവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർന്നത് എന്ന് പറഞ്ഞത് ഒരു കോൺഗ്രസ് നേതാവും അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ആദ്യം ഷാഫി പറമ്പിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയട്ടെ. ജാംബവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്നതാണോ എന്ന അഭിപ്രായം തന്നെയല്ലേ ഷാഫി പറമ്പിലിനും? അതുകൊണ്ടല്ലേ മിണ്ടാത്തത്. നിങ്ങൾ ആരെങ്കിലും ചോദിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും ചോദിച്ചു? ഞാൻ പറയുന്നു, ബാബറി മസ്ജിദ് തകർത്ത് ജാംബവാനല്ല നരസിംഹറാവു. അവൻ ജാംബവാനെ വിടുന്നത്. കവാടങ്ങൾ തുറന്നു കൊടുത്തത് ജാംബവാനായിരുന്നില്ല, രാജീവ് ഗാന്ധിയായിരുന്നു. ശിലാന്യാസം അനുവദിച്ചതും അതിലും ജാംബവാൻ ഒരു പങ്കുമില്ല, രാജീവ് ഗാന്ധിക്കാണ് പറഞ്ഞത്. അതുകൊണ്ട് ജാംബവാനെ വെറുതെ വിടുക. നിരപരാധി നടപ്പാക്കാൻ സമ്മതിക്കില്ല, ഭയപ്പെട്ട് നോക്കണ്ടെന്ന് രാഹുൽ പറഞ്ഞു. അപ്പൊ ഇരട്ട വോട്ട് കള്ളവോട്ട് ചേർത്തത് ആരാന്ന് ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും? ഇപ്പൊ വ്യക്തമായല്ലോ. ഇപ്പൊ പൂച്ച് പുറത്ത് ചാടിയല്ലോ. ആരാണ് കള്ളവോട്ട് ചേർത്തത് എന്നും കള്ളവോട്ടിന്റെ ഗുണഭോക്താവ് ആരാണ് എന്നും ഇപ്പൊ പുറത്ത് ചാടി. വ്യാജക്കാർക്കുണ്ടാക്കിയ അതേ വിദ്വാൻമാരാണ് കള്ളവോട്ടും ചേർത്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് കുറച്ച് പ്രയാസമുണ്ടാവും. ഒരു കള്ളവോട്ടും ചെയ്യാൻ അനുവദിക്കില്ല. അത് ഞങ്ങളുടെ ജനാധിപത്യപരമായ ഉത്തരവാദിത്വമാണ്. തെരഞ്ഞെടുപ്പ് കള്ളവോട്ടിലൂടെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ തടയുക. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും LDFന്റെ പരസ്യ പരീക്ഷണം കേരള രാഷ്ട്രീയത്തിൽ തുടർ ചർച്ചകൾക്ക് വഴി തെളിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വാങ്ങാതെ പരസ്യം നൽകിയത് നിയമയുദ്ധത്തിന് വഴിവെക്കുമെന്നതിൽ സംശയമില്ല. പക്ഷേ പേടിക്കേണ്ട കേട്ടോ. ഇരട്ടച്ചങ്കന്മാർക്ക് ഇലക്ഷൻ എടുക്കുമ്പോൾ പേടിയില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ?